ഹലോ ഹായ്. എന്നും വൈകിട്ട് എന്ത് പലഹാരം ഉണ്ടാക്കുന്ന ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇതിന് ഓവനോ ബീറ്ററോ പിന്നെ മുട്ടയോ ഒന്നും വേണ്ട. ഇതുപോലെ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ റവയും പാലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കയുടെ കുരു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഗോതമ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി. അപ്പോൾ ഞാൻ ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ റവ വറുക്കാത്തതോ വറുത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെമിലിയോണാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റവ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ആദ്യം ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരല്പം പാലും കൂടി ഒഴിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് കേട്ടോ മാവ് വന്നിരിക്കുന്നത്. നമുക്കിനി ഇത് 15 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേനും 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ മാവ് റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേ രീതിയിലാണ് കേട്ടോ നമ്മുടെ മാവ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിയിരിക്കുന്നത്. കുറച്ച് കട്ടിയായിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നമുക്ക് സോഫ്റ്റാക്കി എടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ് കേട്ടോ. ഒരു 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. നെയ്യുടെ മണം ഇഷ്ടമല്ലെങ്കിൽ മണമില്ലാത്ത ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഓയിൽ മതി. അപ്പോൾ നെയ്യാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് യോജിച്ച് വരും. ഇനിയിപ്പോൾ നമ്മൾ ഒരു കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ടായല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ആകുമ്പോഴത്തേനും നല്ലപോലെ പതഞ്ഞ് പൊന്തി വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് പോലെ നല്ല രീതിയിൽ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മയപ്പെട്ട ഉണ്ണിയപ്പച്ചട്ടി എടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ കോരി ഒഴിച്ചെടുക്കാം. 1 സ്പൂണ് കോരി ഒഴിച്ചെടുത്താൽ മതി. ഞാൻ നെയ്യോ അങ്ങനെയുള്ളതൊന്നും തടവി കൊടുക്കണില്ല കേട്ടോ. നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാതെ തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയായി കിട്ടും. എല്ലാം കോരി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അത്രമാത്രം മതി കേട്ടോ. അപ്പോഴേക്ക് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനിപ്പോൾ എടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. നമ്മൾ ഡയറക്റ്റ് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇതേ രീതിയിലൊന്നും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ദോശത്തവ വെച്ച് ചൂടായിട്ട് അതിൻ്റെ മേലേൽ ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ 2 ട്രിപ്പ് ഒഴിച്ചെടുത്ത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ ശരി, നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.